അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്താത്ത, ഒരു സത്യവിശ്വാസിയുടെ വിജയത്തിന്റെ രഹസ്യം പറഞ്ഞുതരോ? ഇൻഷാ അല്ലാഹ്, അതിന് പല ഘട്ടങ്ങളുണ്ട്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്, അപ്പോൾ നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാ. നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്, അപ്പോഴും നമ്മൾ പറയും അൽഹംദുലില്ലാ. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയം. നമുക്ക് പെട്ടെന്ന് കുറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വന്ന് ആരോഗ്യം, വിജയം, സ്നേഹം, സമ്പത്ത്, അപ്പോൾ ഒരു സത്യവിശ്വാസി അതിൽ എന്താക്കുന്നില്ല, അഹങ്കരിക്കുന്നില്ല. അത് അവരുടെ പ്രവൃത്തി കൊണ്ടാണ് ലഭിച്ചതെന്ന് അവർ കരുതുന്നില്ല. വിശ്വാസികൾ എന്താക്കും? അഹങ്കരിക്കാതെ കണ്ണുകൾ താഴ്ത്തിയിട്ട് പറയും അൽഹംദുലില്ലാ എന്ന്. കാരണം യഥാർത്ഥ വിശ്വാസികൾക്ക് എല്ലാം അറിയാം. ഈ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എഴുതി വെച്ചതാണെന്ന് ഒരു സത്യവിശ്വാസിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ആസ്വദിക്കുന്ന എല്ലാ നന്മകളും നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, പക്ഷേ അതെല്ലാം നമ്മുടെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് ലഭിക്കുന്നതാണ്. ഒപ്പം ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, ലോകം തകർന്നെന്ന് തോന്നുമ്പോൾ, നമ്മുടെ ഹൃദയത്തിന് ഭാരം അനുഭവപ്പെടുമ്പോൾ, നമ്മുടെ കണ്ണുകൾ കണ്ണീർ തുള്ളികൾ കൊണ്ട് നിറയുമ്പോഴും നമ്മൾ സത്യവിശ്വാസികൾ പറയും അൽഹംദുലില്ലാ എന്ന്. അവർക്ക് ആ വേദന അല്ലെങ്കിൽ ആ പ്രയാസങ്ങൾ ആസ്വദിക്കുന്നത് കൊണ്ടല്ല അവർ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ആ ബുദ്ധിമുട്ടുകൾ നൽകിയവനെ, അള്ളാഹുവിനെ അവർ വിശ്വസിക്കുന്നു. അള്ളാഹു ഒരിക്കലും ഒരു സത്യവിശ്വാസിക്കും അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറം ബുദ്ധിമുട്ടുകൾ നൽകുകയില്ല എന്ന് ഒരു സത്യവിശ്വാസിക്ക് നന്നായിട്ട് അറിയാം. ഓരോ മുറിവിനും, ഓരോ കണ്ണുനീരിനും, ഓരോ ഉറക്കമില്ലാത്ത രാത്രികൾക്കും അർത്ഥമുണ്ട്, ജ്ഞാനവുമുണ്ട്. അതിനുള്ളിലെല്ലാം അള്ളാഹുവിന്റെ ഒരു കാരുണ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ബുദ്ധിമുട്ടുകളിൽ നന്ദിയും ക്ഷമയും കാണിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് നന്മയുടെയും തിന്മയുടെയും. നന്മയിൽ നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുക, തിന്മയിൽ ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുക. ഒരു സമാധാനത്തിന്റെ രഹസ്യം പറയാം. അൽഹംദുലില്ലാ എന്നത് സാധാരണയുള്ള ഒരു വാക്കല്ല കേട്ടോ. അതൊരു ജീവന്റെ അവസ്ഥയാണ്, അതൊരു വിശ്വാസമാണ്, അല്ലെങ്കിൽ സ്വീകാര്യത. എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ അറിവിനാലുള്ള സംഭവമാണ്. അള്ളാഹുവിന്റെ ശക്തി, അള്ളാഹുവിന്റെ സ്നേഹം, അതൊരു വിശ്വാസമാണ്. നിനക്ക് എന്ത് അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതൊരിക്കലും നിന്നെ വിട്ടുപോവില്ല. പക്ഷേ നിനക്ക് കിട്ടാത്തത് അത് നിനക്കൊരിക്കലും അള്ളാഹു വിധിക്കാത്തതുമാണ്. അള്ളാഹു വിധിക്കാത്തത് എന്തൊരു കാര്യമാണെങ്കിലും അത് നമുക്ക് ലഭിക്കാൻ വേണ്ടി ഹറാമായ ഒരു രീതിയും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ തന്നെ അത് നമുക്ക് ലഭിച്ചാൽ തന്നെ അതിൽ നമുക്ക് ആയുസ് ഉണ്ടാവുകയുമില്ല. ഇപ്പോഴൊരു വിശ്വാസി ഒരു നല്ല കാരുണ്യം ലഭിച്ചതിന് ശേഷം അൽഹംദുലില്ലാ പറയുന്നോ, അത് അവർ പടച്ചവനോട് കാണിക്കുന്ന ഒരു നന്ദിയാണ്. പക്ഷേ അവർ അതൊരു പരീക്ഷണത്തിന് ശേഷമാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നതെങ്കിൽ അത് അവർ അള്ളാഹുവിൻ്റെ മേലുള്ള ഒരു വിശ്വാസമാണ്. കാരണം അവർക്കറിയാം ചില സമയത്ത് പടച്ചോൻ നമുക്ക് ചിലത് നൽകില്ല. അത് അള്ളാഹുവിന് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, അത് പടച്ചോന്റെ സംരക്ഷണമാണ്, നമ്മളോടുള്ള പടച്ചോന്റെ സംരക്ഷണമാണ്. അള്ളാഹു പലതും നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയും. ഉദാഹരണം, ഒരു വ്യക്തി ഒരു ജോലി ആഗ്രഹിക്കുന്നു, പക്ഷേ അവൻ ആഗ്രഹിച്ച ജോലി അവന് ലഭിക്കുന്നില്ല. അത് നമ്മളെ തളർത്താനല്ല റബ്ബ് ചെയ്യുന്നത്, മറിച്ച് നമ്മളെ ഉയർത്താനാണ്. അള്ളാഹു നിങ്ങളുടെ താൽക്കാലിക സന്തോഷം അല്ലെങ്കിൽ സ്വപ്നം ഇല്ലാതാക്കുന്നത്. അപ്പോൾ ജീവിതം മാറുമ്പോൾ, നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ ഇല്ലാതാവുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ച വാതിലുകൾ അടയുമ്പോൾ ഒരിക്കലും അള്ളാഹുവിനോടുള്ള വിശ്വാസം കളയരുത്. ചിലപ്പോൾ ആ അടഞ്ഞ വാതിലുകൾ നിങ്ങളെ സംരക്ഷിക്കുകയായിരിക്കും. നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ അള്ളാഹു തആല കണ്ടതുകൊണ്ടാണ് ആ വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ അടഞ്ഞുപോയത്. നിങ്ങളുടെ തോൽവി നിങ്ങളുടെ കാരുണ്യത്തിന് വേണ്ടിയായിരിക്കാം. അള്ളാഹു തആല ഒരിക്കലും ഒരു കാരണവുമില്ലാതെ ഒന്നും ചെയ്യുകയില്ല. ഓരോ കാലതാമസത്തിനും ഓരോ കാരണമുണ്ട്, ഓരോ നിശബ്ദതയ്ക്കും ഓരോ അർത്ഥമുണ്ട്. ഓരോ ഹൃദയം തകരുമ്പോഴും അള്ളാഹുമായി നമ്മൾ കൂടുതൽ ഓരോ കാലടി അടുക്കും. ഒരു വിശ്വാസി രണ്ട് അൽഹംദുലില്ലാഹിക്കിടയിൽ ജീവിക്കുന്നു. ഒന്ന്, എന്ത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയോ, മറ്റൊന്ന് നമുക്ക് എന്ത് ലഭിച്ചോ അപ്പോഴും നമ്മൾ പറയുന്നു അൽഹംദുലില്ലാ എന്ന്. എന്ത് നമ്മളിലേക്ക് വരാൻ നിൽക്കുമ്പോൾ അവരുടെ ഹൃദയം ഇടിക്കും, അള്ളാഹുവേ എനിക്ക് എന്താണ് ലഭിച്ചത്, സന്തോഷം കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയും. ഓരോ ഉറപ്പിനാൽ, ഓരോ താഴ്മയും ഉയർച്ചയും, ഓരോ സന്തോഷവും സങ്കടവും, ഓരോ നേട്ടവും നഷ്ടവും, അതെല്ലാം അവരെ അള്ളാഹുവിലേക്ക് കൂടുതലായി അടുപ്പിക്കുന്നു എന്ന്. അൽഹംദുലില്ലാ എന്ന് പറയൂ. പക്ഷേ ഒരു വാക്കായി മാത്രമല്ല നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്, ഒരു വിശ്വാസമായി അൽഹംദുലില്ലാ എന്ന് പറയണം. നിങ്ങൾ ചിരിച്ച ദിവസങ്ങൾക്ക് വേണ്ടി, അതേപോലെ നിങ്ങൾ കരഞ്ഞ രാത്രികൾക്ക് വേണ്ടിയും, അതുപോലെ നിങ്ങളുടെ ദുആ സ്വീകരിച്ചതിന് വേണ്ടിയും, അതുപോലെ സ്വീകരിക്കാത്തതിനും
ആ കാരണം അത് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. നിനക്ക് വേണ്ടതിൽ നിന്നും അതുപോലെ നിനക്ക് കിട്ടിയതും കിട്ടാത്തതുമായ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുമാണ്. എന്തൊരു കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയണം. കാരണം അതെല്ലാം ഒരു കാരണത്താൽ നിനക്ക് റബ്ബ് നൽകിയതാണ്. ഒരു ദിവസം നീ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നിനക്ക് എല്ലാം മനസ്സിലാവും. ഏതൊരു ഇല്ല എന്നതാണ് റബ്ബ് പറഞ്ഞത് വലിയൊരു ശരിയിലേക്കാണ് നമ്മളെ നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ നഷ്ടവും വലിയൊരു അനുഗ്രഹങ്ങളാണ് നമുക്ക് ലഭിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ സങ്കടങ്ങളും നിങ്ങളെ പടച്ചവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയും അൽഹംദുലില്ലാ എന്ന് പറയും. നമ്മളിപ്പോൾ സങ്കടത്തിലും ദുഃഖത്തിലും എന്തെങ്കിലും വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോഴും അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, ആ ദാസൻ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. മലക്കുകളോട് ഇങ്ങനെ ആജ്ഞാപിക്കും, അവൻ്റെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും അവൻ്റെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അവനക്ക് നീ നിറവേറ്റി കൊടുക്കുക എന്ന് മലക്കുകളോട് അല്ലാഹു തആല ഉത്തരവിടുന്നതാണ്. അതുകൊണ്ട് ഏതൊരു സന്ദർഭത്തിലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാലും ശാരീരികമായാലും മാനസികമായാലും മറ്റുള്ളവരോട് പറയുമ്പോൾ, മറ്റുള്ളവരോട് നമ്മളോട് സുഖവിവരങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാത്തിനും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയൂ. അല്ലാതെ നമ്മുടെ വിഷമങ്ങൾ ഇല്ലായ്മകൾ ഓരോന്ന് തുറന്നു പറഞ്ഞ് അതിനെ മുഷിപ്പുണ്ടാക്കുകയല്ല ചെയ്യേണ്ടത്. അള്ളാഹു തന്ന നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ ഒരു 21 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരീക്ഷിച്ചു നോക്കൂ. വിജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചാൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയും അൽഹംദുലില്ലാ എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വിഷയമായിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജീവിതത്തിൽ എന്ത് തിന്മയും നന്മയും ഉണ്ടാവുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയുക. 21 ദിവസം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. നിങ്ങളുടെ ജീവിതം വിജയിക്കും, ഉറപ്പായ കാര്യമാണ്.